വന്ന മഴ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മഴയുടെ പ്രശ്നങ്ങൾക്കിടയിലാണ് ഒരു ചരക്ക് കപ്പൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. നമ്മുടെ കേരള തീരത്തോട് അടുത്ത് നടന്ന ആ കപ്പൽ അപകടം കേരളത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ MSC LC3 എന്ന കപ്പൽ ചെരിഞ്ഞതായി 24-ന് വൈകിട്ട് 4 മണിക്കാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വിവരം ലഭിച്ച ഉടനെ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരുന്നു. 25 കപ്പൽ പൂർണ്ണമായും മുങ്ങി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ മൊത്തം 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവയിൽ 73 എണ്ണം ശൂന്യമായിരുന്നു. 13 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. 46 എണ്ണത്തിൽ ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളാണ്. ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതാണ്. തടി, പഴങ്ങൾ, തുണി ഇവയും ചിലതിലുണ്ട്. ഏകദേശം 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാവും. അതെന്നാണ് അനുമാനിക്കുന്നത്. 26-ന് തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർ അന്ന് തന്നെ ഓയിൽ സ്പിൽ കണ്ടിജൻസി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി ചർച്ച നടത്തി. അതിലുള്ള ഒരു വിദഗ്ധൻ മലയാളിയായ മുരളി തൊമ്മാരു കൂടിയാണ്. അദ്ദേഹം അടക്കമുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. നിലവിൽ ഏകദേശം 54 കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് നർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിലവിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ തീരത്തിന്റെ സംരക്ഷണം പ്രധാനമാണ്. അതുകൊണ്ട് നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. പോലീസ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, ആപ്തമിത്ര, SPC, മറ്റ് സന്നദ്ധ സംഘടനകൾ ഇത്തരം വളണ്ടിയർമാരെ പെല്ലറ്റടിഞ്ഞ എല്ലാ തീരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോൺ സർവേ ഈ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. MSC കമ്പനിയുമായി ചർച്ച നടത്തിയിരുന്നു. കേരളത്തിലെ പരിസ്ഥിതിയാഘാതം, തൊഴിൽ നഷ്ടം, ടൂറിസം നഷ്ടം മുതലായവയുടെ ചെലവുകൾ കണക്കാക്കേണ്ടതുണ്ട്. കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും നർഡിൽസ് കൈകാര്യം ചെയ്യാനുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്.
കോസ്റ്റ് ഗാർഡ്, നേവി, ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ CBRN ടീം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരാണ് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്ന് റവന്യൂ മന്ത്രി, ഫിഷറീസ് മന്ത്രി, ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അടങ്ങുന്ന ഒരു യോഗം ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. തീരപ്രദേശത്തുണ്ടായ പ്രയാസങ്ങളും വിശദമായി ചർച്ച ചെയ്തു. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്ന് യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത്. ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് വന്നിരുന്നു. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് നിലവിലുള്ള സ്ഥിതി അവലോകനം ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഏകദേശം 20 നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നാണ് ഇപ്പോഴുള്ള നിർദ്ദേശം. പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു കപ്പൽ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിക്കുന്നുണ്ട്. മുങ്ങിയ കപ്പലിന്റെയും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് തന്നെ ആരംഭിക്കും. കൃത്യമായി സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ബോയ ഇട്ട് അടയാളപ്പെടുത്തിയ ശേഷം മറ്റ് സ്ഥലങ്ങൾ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകുന്ന കാര്യവും ആലോചിക്കുന്നതാണ്. ഒരു പ്രധാന പ്രശ്നം എല്ലാ കാര്യത്തിലുണ്ടാകുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അവയുടെ പൊള്ളത്തരത്തെക്കുറിച്ച് ഈ രംഗത്തെ വൈദഗ്ധ്യമുള്ളവർ പറഞ്ഞതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം ഊഹാപോഹങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുത്. ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കോ എണ്ണയോ തീരത്ത് വന്നടിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകും. കടലിൽ ഒഴുകി നടക്കുകയോ വലയിൽ കുടുങ്ങുകയോ ചെയ്യുന്ന വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികളെടുത്ത് ബോട്ടിൽ കയറ്റരുത്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ അധികൃതർക്ക് കൈമാറണം. കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾ ഭാരം കൂടുതലുള്ളതിനാൽ കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയതായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടിപ്പോൾ അപകടമൊന്നും ഇല്ല. മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അക്കാര്യത്തിൽ വേണ്ട പരിശോധനകൾ ബന്ധപ്പെട്ട ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇന്ന് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗുമായി ചർച്ച നടത്തുമ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. അതിൽ കണ്ട ചില കാര്യങ്ങൾ, കേരള തീരത്തടിഞ്ഞ എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിനാണ് കൈമാറുക. നിലവിൽ 20 കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കസ്റ്റംസിന് കൈമാറും.
നഷ്ടപരിഹാര ക്ലെയിമുകൾ